നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ആക്ച്വലി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ ഒരു റീഡിംഗ് ആയിരുന്നുള്ളൂ, 1-2 ദിവസത്തേക്ക് ലേശം തിരക്കുകളാണ്. സോ ഒരു റീഡിംഗേ ഉള്ളൂ. ഇന്നലത്തെ റീഡിംഗ് ഗൈഡൻസും റിലേഷൻഷിപ്പും ഒന്നിച്ച് വന്നു, അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു. ഇന്നെന്തായാലും ഡയറക്റ്റ്ലി റിലേഷൻഷിപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, 2 പൈല് വെച്ചിട്ട് ഇന്ന് നമ്മളെ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ മാത്രമാണ് എടുക്കുന്നത്. ഗൈഡൻസ് ഇല്ല, സോറി. ജനറൽ റീഡിംഗ് കാണാൻ വരുന്നവർക്ക് ഐം സോറി. ആക്ച്വലി ഇന്ന് ജസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഇടുന്നുള്ളൂ. ഇന്നലെ ഞാൻ ജനറലാണ് എടുത്തത്, പക്ഷേ അതിൽ കൂടുതൽ റിലേഷൻഷിപ്പ് വന്നതാണ്. എന്താ ചെയ്യാം. ഓക്കെ, അപ്പം എന്തായാലും ഇന്ന് റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഇട്ടേക്കാം, കാരണം അത് ഒരുപാട് ആങ്സൈറ്റി എല്ലാവർക്കും ഉണ്ടാക്കാറുണ്ട്. സോ ഐ തോട്ട് ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ, അപ്പം അങ്ങനെ വെള്ളിയായി അല്ലേ. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. അതായത് തേർഡ് പാർട്ടി ഉണ്ടോ അവരുടെ ലൈഫിലോ മനസ്സിലോ. ഓക്കെ, അവർ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ള രീതിക്ക് നമുക്ക് ചെക്ക് ചെയ്യാം. 2 പൈൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പൈൽ 1, പൈൽ 2. ഓക്കെ, 2 കീസാണ്. പൈൽ 1 ഓക്കെ, ആൻഡ് പൈൽ 2 ഈ സിൽവർ കീ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടത് പൈൽ 1, 2. ഓക്കെ, പൈൽ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാക്സിമം പറ്റുന്നത് പോവാം. ഓക്കെ, പൈൽ 1 ഫസ്റ്റ് പൈൽ. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അതൊരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്. റൊമാൻറ്റിക് അല്ലെങ്കിൽ ഫീലിങ്സ്, അറ്റ്ലീസ്റ്റ് ഒരു ഫ്ലേർട്ടിങ്ങോ സീരിയസ് ആയിട്ടോ എങ്ങനെയായാലും ശരി. വേറെ ഫാമിലി അങ്ങനത്തെ കാര്യങ്ങളല്ല. ഫാമിലി, കരിയർ, ചിലപ്പോൾ കരിയർ വരാം. സാരില്ല, നോക്കാം നമുക്ക്. വരുന്നതിനനുസരിച്ച് ഞാൻ പറയാം. എന്നാലും മോസ്റ്റ്ലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പേഴ്സൺ, തേർഡ് പാർട്ടി, ഒരു തേർഡ് പാർട്ടി എനർജി എന്ന രീതിക്കാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. സോറി, ഈ ഡെക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആവും, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇവിടുത്തെ എനർജിയിൽ എനിക്ക് കാണുന്നത് തേർഡ് പാർട്ടി ഉണ്ട്. പക്ഷെ തേർഡ് പാർട്ടി ഇപ്പോൾ എന്ത് കണ്ടപ്പോഴാണ് എനിക്കത് എൻഡായെന്ന് തോന്നിയത്. ഓക്കെ ഓക്കെ, എനിക്ക് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ എൻഡ് ചെയ്തിട്ടുണ്ടോ എന്നും തോന്നുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ഓക്കെ, പാസ്റ്റിലായിരിക്കാം, ഒരു പാസ്റ്റ് പേഴ്സൺ ആയിരിക്കാം. അത് നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു വിഷമം നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലുണ്ട്, ഒരു ബേർഡൻ നിങ്ങളുടെ പേഴ്സൻ്റെ മേലെയുണ്ട്. ചീറ്റിംഗ് എനർജി എന്ന് ഞാനിത് പറയുന്നില്ല. ഇതൊരു പാസ്റ്റ് പേഴ്സൺ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന രീതിക്ക് ഞാൻ പറയാം. ഓക്കെ, കാരണം ഇത് നഷ്ടപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ച് ഓർക്കുന്നതായിട്ടാണ്. അവരെന്തോ ലോസ് ആയ കാര്യം ഓർത്ത് അവർക്കൊരു വിഷമമുണ്ട് എന്ന രീതിക്കാണ്. അതിൽ ചിലവർക്ക്, ഓക്കെ, വളരെ ചുരുക്കം പേർക്ക് ഓക്കെ സോൾമേറ്റ് ആണ് എന്ന് കാണുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരു സോൾമേറ്റ് ആയിരുന്നു എന്ന രീതിക്ക് ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ എനിക്ക് ചിലവർക്ക് കേട്ടോ, വളരെ ചുരുക്കം പേർക്ക് ഇത് മാച്ച് ആവുള്ളൂ. ആ പേഴ്സൺ എന്തെങ്കിലും അസുഖം വന്നിട്ട് ഡെത്ത് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിരിക്കാം ചിലവർക്ക്. ഓക്കെ, വളരെ ചുരുക്കം പേർക്ക്. ചിലവർക്ക് ജസ്റ്റ് ആ ഒരു കാര്യം ഓർത്തിട്ട് നിങ്ങളുടെ പേഴ്സണിന് വിഷമമുണ്ട് എന്ന് പറയാം. ഓക്കെ, 2 തരത്തിൽ ഞാൻ പറഞ്ഞു. ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇപ്പോഴത്തെ അല്ല. ഇതൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഒരു കാര്യമാണിത്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സീക്രട്ടാണ് എന്ന രീതിക്ക് പറയാം. അവർ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നില്ല, നിങ്ങളോട് അത് ക്ലിയർ ആയിട്ട് തുറന്നു പറയുന്നില്ല. അവരെന്തോ മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി അടക്കി വെച്ച പോലെ. ഓക്കെ, അങ്ങനെ ഒരു കാര്യമാണ്. അവർക്ക് എന്തോ നഷ്ടപ്പെട്ട ആ ഒരു ഓർമ്മ. ഓക്കെ, അതിൻ്റെ ഒരു ബേർഡൻ അവരുടെ മൈൻഡിലുണ്ട്. ബേർഡൻ എന്ന് പറയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഒരു മനസ്സിൽ ഒരു ഹെവിനെസ് എന്ന് പറയില്ലേ, ഒരു വിഷമം, ഒരു അങ്ങനത്തെ ഒരു കാര്യമാണ് കാണുന്നത്. ഫുൾ കാർഡ് ഉണ്ട്, ഫുൾ സെക്കൻഡ് 2 ഓഫ് കപ്സ്. ഓക്കെ, അവരുടെ മനസ്സിൽ ആ ഒരു പാസ്റ്റ് ഒരു കണക്ഷൻ്റെ കാര്യം കിടക്കുന്നുണ്ട്. ഓക്കെ,
ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് അതൊരു 2 ഓഫ് കപ്സ് അഗെയിൻ സോൾമേറ്റ് ആയിരുന്നിരിക്കാം. 0. ഓക്കെ, അവരതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ മീൻസ് അവരുടെ ഇപ്പോൾ അവർ ഐ തിങ്ക് അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ അവർ ആ ഒരു വിഷമത്തിൽ നിന്ന്, ആ ഒരു സങ്കടത്തിൽ നിന്ന് അവർ പുറത്തു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ആ നഷ്ടപ്പെട്ടത് അവരെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അവർ പുറത്തു വരാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇത് പാസ്റ്റ് അവർ സോൾമേറ്റ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സോൾമേറ്റ് ആയിട്ട് കാണുന്നു എന്നും പറയാം, രണ്ടും പറയാം. പ്രിൻസസ് ഓഫ് വാൻഡ്സ് ആൻഡ് പ്രിൻസസ് ഓഫ് പെൻറ്റിക്കിൾസ് രണ്ടും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഒന്ന് പാസ്റ്റ് പേഴ്സണും ഒന്ന് നിങ്ങളും ആവാം. ഓക്കെ, ഒന്ന് നിങ്ങളും ഒന്ന് ഇവരുടെ ലൈഫിലെ പാസ്റ്റ് പേഴ്സണും ആവാം. ഇവിടെ 2 എനർജി വന്നുകൊണ്ട് ആൻഡ് നൈറ്റ് ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അവർക്ക് ആക്ച്വലി നിങ്ങളോടൊരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അടുത്തൊരു അട്രാക്ഷൻ ഉണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഫുൾ കാർഡ് ഞാൻ പറഞ്ഞു, അവരുടെ ലൈഫ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു പഴയ കാലത്തിൻ്റെ ഒരു വിഷമം അവർക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അവനവനെ തന്നെ ഇപ്പോൾ അവർ ഇമോഷണൽ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മൈൻഡിൽ പക്ഷെ ആ ഒരു പഴയ ലോസിൻ്റെ കാര്യം ഐ തിങ്ക് ഒരു വിഷമം അവർക്ക് ഉള്ളിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ മോസ്റ്റ്ലി അതൊരു പഴയ സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പാസ്റ്റ് പേഴ്സൺ. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ആ റിലേഷൻഷിപ്പ് എൻഡ് ആയതുമായിരിക്കാം. 0 എന്ന് പറയുമ്പോൾ ഫുൾ എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂ ബിഗിനിങ് ആണ് പറയുക, പക്ഷെ ഇവിടെ 0 ആണ് നമ്പർ. സോ മേ ബി അത് എൻഡ് ആയ ഒരു സിറ്റുവേഷൻ. ഓക്കെ, അത് ആ പേഴ്സൺ അവർ വിട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ വിട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവർ ചിലപ്പോൾ ഡെത്ത് വരെ പോസിബിലിറ്റി ഇവിടെ കുറച്ച് പേർക്ക് കേട്ടോ, വളരെ ചുരുക്കം പേർക്ക് ഡെത്ത് പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അതെന്തായാലും അത് എൻഡായ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ അവർ ഐ തിങ്ക് നിങ്ങളുമായിട്ടും ഒരു സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോൾ മേ ബി അവർ ഇനി ഒരു റീസ്റ്റാർട്ട് വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. ഇവിടെ ഉള്ളവർക്ക് അപ്പോൾ തേർഡ് പാർട്ടി ഐ തിങ്ക് എനിക്ക് അങ്ങനെ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ എക്സിസ്റ്റിംഗ് അല്ല. ഓക്കെ, എന്തായാലും ഒരു ഒന്ന് രണ്ട് കാർഡ്സ് എടുത്തേക്കാം. തേർഡ് പാർട്ടി വീണ്ടും ക്വീൻ ഓഫ് കപ്സ്, എംപറർ. ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി എൻഡായ ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, എൻഡായ ഒരു സിറ്റുവേഷനാണ്. തോറ്റ് കഴിഞ്ഞു, അത് എൻഡിങ്, മൂവ് ഓൺ ചെയ്തു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് കാണുന്ന ഒരു പാസ്റ്റ് കണക്ഷൻ ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളെ കാണുന്നത് ഈ ഒരു ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ്. ക്വീൻ, കിങ് രണ്ടും എടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അല്പം ഈഗോ ഉള്ള പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ട് അവർ നിങ്ങളുടെ അടുത്ത് മേ ബി എല്ലാം തുറന്നൊന്നും പറയുന്നുണ്ടാവില്ല. പറയില്ലല്ലോ അങ്ങനെ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിലവരൊന്നും തുറന്ന് പറയില്ല. പക്ഷെ ആ പാസ്റ്റ് പേഴ്സണിനെ കുറിച്ചുള്ളൊരു വിഷമം അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവാം. പക്ഷെ ഐ തിങ്ക് അതിൽ നിന്ന് പുറത്തു വരാൻ ഇപ്പം അവരെ സഹായിക്കുന്നത് നിങ്ങളായിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു, പക്ഷെ അത് എൻഡിങ് ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴത്തെ അല്ല. ഓക്കെ, അതിൽ അവർ ജയിച്ചിട്ടില്ല, അതിൽ തോറ്റ പോലെ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവർ വിട്ടുപോയി, അല്ലെങ്കിൽ ഇവർ മൂവ് ഓൺ ചെയ്തു, രണ്ടുമാവാം. ഓക്കെ, അതൊരു നല്ല റിലേഷൻഷിപ്പ് ആയിട്ടും എനിക്ക് അത് കട്ട് ഓഫ് ആയ പോലെയാണ് തോന്നുന്നത്. അത് എൻഡ് ആയ പോലെയാണ് ഇവിടെ കാണുന്നത്. വേൾഡാണ്, സോ അഗെയിൻ എൻഡിങ് ആണ്. എവിടേക്കോ അത് എൻഡ് ആയി പോയ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലുണ്ട് പക്ഷെ ആ ഒരു വിഷമം. ഓക്കെ, അതുകൊണ്ട് മേ ബി നിങ്ങളുടെ അടുത്ത് ഓവർ അറ്റാച്ച്ഡ് ആവുന്നുണ്ടാവില്ല, അതും പറയാം. നിങ്ങളുടെ അടുത്ത് അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ അവർക്കൊരു പേടിയാണ്, നിങ്ങളും ഇതുപോലെ വിട്ടുപോവോ എന്നുള്ളൊരു പേടി ഉണ്ടാവാം. ആക്ച്വലി അവർ വീണ്ടും തോറ്റു പോവോ എന്നുള്ളൊരു പേടി ഉണ്ടാവാം. അപ്പോൾ അവർക്ക് ആ പഴയ കാര്യങ്ങൾ അവർക്ക് ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പാസ്റ്റ് പേഴ്സൺ ഇവിടെ ആരെയോ ഓർത്ത് നമ്മളൊരു പിക്ചർ വരയ്ക്കുന്ന പോലെയൊക്കെയാണ്. സോ മേ ബി ആ പാസ്റ്റിലെ ആളെ ഓർത്തിട്ടായിരിക്കാം തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എന്നേ എനിക്കിവിടെ തോന്നുള്ളൂ. ഓക്കെ, അതൊരു എൻ്റെ മോസ്റ്റ്ലി എനിക്ക് കാർഡ്സിലെ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് ഞാനൊരു കണക്ഷനാണ് ഉണ്ടാക്കാറ്. എങ്ങനെയെന്ന് എന്താ അറിയില്ല, യൂണിവേഴ്സ് എൻ്റെ ചില സിനാരിയോ എൻ്റെ മൈൻഡിൽ തോന്നിപ്പിക്കുന്നതാണ്. സോ ട്രാൻസ്ഫോർമേഷൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇൻറ്റ്യൂഷൻ, ഞാൻ എൻ്റെ ഇൻറ്റ്യൂഷൻ്റെ കാര്യം പറഞ്ഞു, ഇവിടെ ഇൻറ്റ്യൂഷൻ വന്നിരിക്കുന്നു. ഇമോഷണൽ വിഡ്രോവൽ, recognition and reward, love begins. Actually deception and envy, material harvest, emotional loss. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എൻ്റെ ഇൻറ്റ്യൂഷൻ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കാർഡ്സ് വെച്ച് നോക്കുമ്പോൾ എവിടെയോ ഒരു എൻ്റെ ഇൻറ്റ്യൂഷനാണ് വർക്ക് ചെയ്യാറ് ചില സമയത്ത്. ആൻഡ് ഇതാണ് എനിക്ക് ഫീൽ ചെയ്ത് അത് തന്നെ വന്നു.
ഓക്കെ, അവരുടെ ലൈഫിൽ അവരൊരു ഇമോഷണൽ ലോസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മെറ്റീരിയൽ ഹാർവെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ അവർ ഐ തിങ്ക് കുറച്ചതിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുകയാണ്. ഡിസെപ്ഷൻ ആൻഡ് എൻവി ഉണ്ട് ചിലവർക്ക്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഇവിടെ ചീറ്റിംഗ് ഉണ്ട് എന്ന്, പക്ഷെ ഇതൊരു ചീറ്റിംഗ് എനർജി അല്ല എനിക്ക് തോന്നുന്നത്. പക്ഷെ അവരുടെ മൈൻഡിൽ യെസ് അവർക്ക് വേറെന്തോ കാര്യം അവർക്ക് ഇരിക്കുന്നുണ്ട്, ആ പഴയ ലോസിന്റെ കാര്യം അവർക്ക് ഇരിക്കുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ, ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ ട്രാൻസ്ഫോർമേഷൻ വരും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്ന് പുറത്ത് വരും. ഓ, ഇവിടെ ഒന്നും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഓക്കെ, ഈ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് തോന്നുന്നത് അവർ ചീറ്റ് ചെയ്യുകയാണെന്നാണ്, പക്ഷെ അത് ചീറ്റിംഗ് അല്ല. കാരണം അവർ മനസ്സിലാണ് പ്രശ്നം. ഓക്കെ, അവരുടെ മൈൻഡിൽ ആ ഒരു പാസ്റ്റ് കാര്യം അവരെ വേദനിപ്പിക്കുന്നുണ്ട്, അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നിങ്ങളുടെ അടുത്ത് ആ ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ആവാൻ അവർക്ക് പറ്റുന്നില്ല, അത്രത്തോളം ഓപ്പൺ ആയിട്ട് അറ്റാച്ച്ഡ് ആവാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് എവിടെയോ പേടിയാണ്, അതായത് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ്. നിങ്ങളും അതുപോലെ വിട്ടുപോകുമോ, അല്ലെങ്കിൽ നിങ്ങളും അതുപോലെ വല്ലതും സംഭവിക്കുമോ. ഇത് ഹാർട്ട് ചക്രയുടെയാണ് കാണിക്കുന്നത്, ഗ്രീൻ കളർ ഹാർട്ട് ചക്രയാണ്. അവർ ഹാർട്ട് ബ്ലോക്ക്ഡ് ആണ്, അവരെ ഹാർട്ട് ബ്ലോക്ക്. യെസ്, അത് തന്നെയാണ് ഡെഫിനറ്റ്ലി. അവർ ഹാർട്ട് ബ്ലോക്ക്ഡ് ആണ്. അവർക്ക് വേറൊരു പാസ്റ്റിൽ അവർക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് അവരെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു പേഴ്സൺ അവരെ വിട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ചിലപ്പോൾ ഇമോഷണൽ ലോസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി വിഡ്രോവലും ഇമോഷണൽ ലോസും രണ്ടും കാണുമ്പോൾ എവിടെയോ ഒരു മരണത്തിൻ്റെ കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അവർ അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്, അവരെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്. അതിന് ആ റീസൺ, മാറ്റത്തിൻ്റെ റീസൺ നിങ്ങളാണ്. അവരെ ഹാർട്ട് ഓപ്പൺ ചെയ്തത് നിങ്ങളാണ് എന്നാണ് എനിക്ക് ഇതും കണ്ടും 3 കാർഡ്സാണ് വന്നിരിക്കുന്നത്. നമ്മൾ തേർഡ് പാർട്ടി എന്നാണ് പറയാറ്. 3, നമ്പർ 3, അഗെയിൻ 3. ഓക്കെ, പക്ഷെ നിങ്ങളെ അവർ ചൂസ് ചെയ്യും. ഓക്കെ, മൂവ്മെൻറ്റ്, ചോയ്സസ് ആൻഡ് ഡിസിഷൻസ്. ആൻഡ് ഇവിടെ നോക്കി നിൽക്കുന്ന എന്തിനാണെന്ന് നോക്കിക്കോളൂ, റിങ്ങിനെയാണ്. റിങ് എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ 2 കഴിഞ്ഞിട്ട് 3, നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അവർ നിങ്ങളെ ചൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ആ പാസ്റ്റ് കണക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് അവർ പുറത്ത് വന്ന്, ഓക്കെ, അവർക്കൊരു മാറ്റം വരും. അവരുടെ ലൈഫിലൊരു, അവരുടെ മനസ്സിലൊരു മാറ്റം വരും. അവർ ഇൻറ്റ്യൂഷൻ അവരോട് പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ. ഓക്കെ, അതായത് നിങ്ങളാണ് അവരുടെ പേഴ്സൺ എന്നവർക്ക് പറഞ്ഞു കൊടുക്കും. ആൻഡ് അവർ നിങ്ങളെ ചൂസ് ചെയ്യും. ഓക്കെ, നിങ്ങളെയാണ് അവർ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഡിസിഷൻ എടുക്കും അവർ. ആൻഡ് ഇവിടെ ലവ് ബിഗിൻസ് എന്നുണ്ട്. ഓക്കെ, ആക്ച്വലി 1 ആണ്, നമ്പർ 1 ആണ്. നിങ്ങളെ ചൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ ഫുൾ കാർഡ് 0, ഫുൾ കാർഡ് നമ്മൾ നോർമലി പറയാറ് ന്യൂ ബിഗിനിങ് ആണ്. പക്ഷെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, അല്ല, അതവിടെ ന്യൂ ബിഗിനിങ് അല്ല, ഒരു സൈക്കിളിൻ്റെ കാര്യമാണ് കാണിക്കുന്നത്, ഒരു പാസ്റ്റിൻ്റെ കാര്യമാണ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതേ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അവർക്കൊരു ലോസ് ഉണ്ടായിട്ടുണ്ട്. ആ പഴയ ലോസിൻ്റെ കാര്യം കൊണ്ട് അവർക്ക് ഹാർട്ട് അവരുടെ ബ്ലോക്ക്ഡ് ആയിരുന്നു. നിങ്ങളോട് അറ്റാച്ച്ഡ് ആവാൻ അവർക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഇനി ഒരു മാറ്റം വരുന്നുണ്ട്. അവർ ഹാർട്ട് ഓപ്പൺ ആവുന്നത്. കാരണം നിങ്ങൾ അത്രത്തോളം അവരെ കെയർ ചെയ്യുന്നുണ്ടാവും. ക്വീൻ ഓഫ് കപ്സ് ഞാൻ പറഞ്ഞു, നിങ്ങൾ അവരിൽ നിന്ന് പുറത്ത് വരാൻ നിങ്ങളാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആ പഴയ ലോസ്, പഴയ ആരെങ്കിലും അവരെ വിട്ടുപോയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരതിൽ നിന്ന് പുറത്ത് വന്ന് അവർക്ക് നിങ്ങളെ ചൂസ് ചെയ്യും. അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ കൂടെയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് എന്നുള്ള അവർക്ക് മനസ്സിലാവും. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരെ തരാനുള്ള സാധ്യതയാണ്. നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യും എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ സ്നേഹം അവർ റെക്കഗ്നൈസ് ചെയ്യും, നിങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ പറയാം. ഓക്കെ, ലവ് ബിഗിൻസ് ഉണ്ട്. സോ അവർ ഇമോഷണലി കുറച്ച് വിഡ്രോൺ ആയിരുന്നു, പക്ഷെ ഇനിയിൽ നിന്ന് അവർ പുറത്ത് വരുമെന്ന് പറയാം. ഓക്കെ, കുറേ നീണ്ടുപോയി ഞാനത്. ഓക്കെ, സോ ഫസ്റ്റ് പൈൽക്കാർക്ക് നമുക്ക് അതാണ് കിട്ടിയത്. സെക്കൻഡ് പൈലിലേക്ക് പോകാം നമുക്ക്. തേർഡ് പാർട്ടി. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ എന്താണ്? സെക്കൻഡ് പൈൽക്കാർക്ക് തേർഡ് പാർട്ടി ഉണ്ടോ അതോ ആരാണ്? തേർഡ് പാർട്ടി ഉണ്ടോ, തേർഡ് പാർട്ടി ആരാണ് എന്ന രീതിക്ക് നോക്കാം. ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻ? ഓക്കെ, ലെറ്റ്സ് സീ. മതി അല്ലേ? 7 of Pentacles, 6 of Swords. ഓക്കെ, ഇവിടെ ഓക്കെ, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി ഇപ്പം ഉണ്ട്. നമ്മൾ നോക്കുന്ന തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ്. ഞാനത് ആദ്യം പറയാൻ മറന്നു. തേർഡ് പാർട്ടി ഉണ്ട് എന്നൊരു കണക്കിലാണ് ഞാനത് കമൻറ്റിലിടാം. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, അതൊരു
ഫാമിലി ആവാം, ഫാമിലി കാർമിക്കാണ് പക്ഷെ. ഓക്കെ, അതൊരു നല്ലൊരു പേഴ്സൺ ഒന്നും അല്ല, പക്ഷെ നമുക്ക് എനിവേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി അത് ഫാമിലി ആണ് എന്നാണ് എനിക്ക് കാണുന്നത്. ഫാമിലി എന്ന് പറയുമ്പോൾ ഇവിടെ മോസ്റ്റ്ലി മാരേജ് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഫാമിലി കാണുന്നുണ്ട് ഇവിടെ. ഹൈ പ്രീസ്റ്റസ് ആൻഡ് കുട്ടികളൊക്കെ കാണുന്നുണ്ട്. 2 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, 2 ഓഫ് വാൻസ് ഉണ്ട്. സോ കുട്ടികളുടെ കാര്യമൊക്കെ കാണുന്നുണ്ട്. സോ ഫാമിലി, തീർച്ചയായിട്ടും അതൊരു ഫാമിലിയാണ്. അവർ മാരീഡ് ആയിരിക്കാം. ആ രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, 7 ഓഫ് പെന്റിക്കിൾസ് അഗൈൻ. അതങ്ങനെ ഗ്രോത്തുള്ള, ഓക്കെ, ചിലവർക്ക് അവരുടെ ഫാമിലി ലൈക്ക് വൈഫൊക്കെ ആണെങ്കിൽ, വൈഫ് ഹസ്ബൻഡ് എന്തോ ആയിക്കോട്ടെ, മീൻസ് അവർ മാരീഡ് ആണെങ്കിൽ അവിടെ ഒരു പ്രഗ്നൻസിയുടെ കാര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ കാർഡ് എപ്പോഴും അത് റെപ്രസെൻറ്റ് ചെയ്യും. സോ സൂക്ഷിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, പ്രഗ്നൻസി കൂടെ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. 7 ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട് എന്നാണ്. അതിലവിടെ വലിയ ഗ്രോത്ത് ഒന്നും ഇല്ല അവർക്ക് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, മീൻസ് അവർ ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ പ്രഗ്നൻസിയുടെ കാര്യം കൂടി ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് അവിടെ ആ റിലേഷൻഷിപ്പ് അവർ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ബി അവർ തമ്മിൽ അങ്ങനെ വലിയ രസത്തിലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അവർ ആ ഒരു ഫാമിലി ആയിട്ട് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഹാപ്പി ആയിട്ട് അവരെ വെക്കാനും സിറ്റുവേഷനെ മാനേജ് ചെയ്യാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. 2 ഓഫ് വാൻസ് ഉണ്ട്, 2 ഓഫ് പെന്റിക്കിൾസും നമ്മൾ കണ്ടു. അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഐ തിങ്ക് അവിടെ ചിലവർക്ക് ഇപ്പോൾ പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് വിട്ടുമാറാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അല്ലെങ്കിൽ അല്ലാതെ ജസ്റ്റ് അവർ ചിലവർക്ക് പറയാം അവിടെ ഗ്രോത്ത് ഇല്ല സിറ്റുവേഷൻ എന്നും പറയാം. ഓക്കെ, 7 ഓഫ് പെന്റിക്കിൾസ് നമ്മൾ അതാണ് പറയാറ്. അവിടെ അവർ ആ റിലേഷൻഷിപ്പിൽ വലിയ ഗ്രോത്ത് ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രഗ്നൻസി ആണെങ്കിൽ അത് വിട്ടേക്കാം. ഓക്കെ, അങ്ങനെയല്ല, രണ്ടും രണ്ട് സിനാരിയോ ആണ്. ഓക്കെ, ചിലവർക്ക് പ്രഗ്നൻസി ആയിരിക്കാം ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകണമെന്ന് പറയാം. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ അവിടെ റിലേഷൻഷിപ്പ് ഗ്രോത്തില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പിക്ചർ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ വീണ്ടും ചോദിക്കും എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷനിൽ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അവർക്ക് ആ റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണോ? തേർഡ് പാർട്ടി ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ അവർ അതിൽ നിന്ന് വിട്ട് മാറണോ അതോ അതിൽ തന്നെ നിൽക്കണോ എന്താണെന്നൊന്നും അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഫാമിലിയാണ്, കുട്ടികളുണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അവിടെ തീരെ. ഓക്കെ, അവരവിടെ പെട്ട് നിൽക്കുന്ന പോലെയാണ് അവർക്ക് ഫീലിംഗ്. പെട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അവർക്ക് അവിടെ നിന്ന് മാറാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, നിങ്ങൾക്ക് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു ഫാമിലി ആക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട് അവിടെ, തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, ആ പേഴ്സൺ ആക്ച്വലി സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം. അതായത് നിങ്ങളുടെ പേഴ്സണിൻ്റെ മേലെ തേർഡ് പാർട്ടി കണ്ണു വെച്ചിട്ടുണ്ടാവും. ലൈക്ക് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ എന്താ ചെയ്യുന്നത്, നിങ്ങളോട് ഇപ്പോൾ ചാറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാറുണ്ടെന്നോ നിങ്ങളെ മീറ്റ് ചെയ്യാറുണ്ടെന്നോ ഒക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും, വാച്ച് ചെയ്യുന്നുണ്ടാവും. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. സോ കർമ്മയുടെ കാര്യം പറയാം. ആ ഒരു റിലേഷൻഷിപ്പ് കാർമിക്കാണ് എന്നും പറയാം. അത് അവർ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അവർ ആ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിൽ വരേണ്ടതാണ്. ഓക്കെ, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അവിടെ. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അത് അവർ അവിടെ ചില കർമ്മങ്ങൾ അവർ തമ്മിൽ തീരാനുണ്ട്. അത് നല്ല കർമ്മയാവാം, മോശമായതും ആവാം, രണ്ടും അനുഭവിക്കാനുണ്ടാവും അവിടെ. അപ്പോൾ അതെന്തായാലും തനിയെ അവിടെ അവർ സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, അവിടെ നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കുക, സാഹചര്യം മനസ്സിലാക്കുക. അങ്ങനെ ഫാമിലി ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അവർ ആ ഫാമിലി വിട്ടിട്ട് വരാനൊന്നും അവർക്ക് സാധിക്കില്ല. കാരണം ആക്ഷൻ എടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. ഓക്കെ, ആക്ഷൻ എടുക്കുന്ന പോലെ ലേസ് ഓഫ് സോർഡ്സ് നമ്മൾ സാധാരണ ആക്ഷൻ എടുക്കുന്നതാണ് പറയുക. പക്ഷേ ഈ കാർഡിൽ ആക്ഷൻ എടുക്കുന്നില്ല എന്നാണ്, അവർ മിണ്ടാതിരിക്കുന്നു എന്നാണ്. ഇമോഷണൽ ആണ്, അവർക്ക് ഇമോഷണൽ ഫീലിങ്സ് വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് വളരെ അധികമാണ്. ആൻഡ് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾ കാര്യങ്ങളൊക്കെ ആവാം. ഫാമിലിയാണ്, ഫാമിലി ആയിട്ട് തന്നെയാണ് കാണുന്നത്. സോ ഇവിടെ തേർഡ് പാർട്ടി യെസ് തീർച്ചയായിട്ടും. ആക്ച്വലി നിങ്ങളുടെ അടുത്തൊരു ലവേഴ്സ് കണക്ഷൻ ആണ്. നിങ്ങളുമായിട്ടൊരു കണക്ഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫാമിലി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതിൽ നിന്ന് വിട്ടു വരുന്നതോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറുന്നതോ ആയിട്ടൊന്നും കാണുന്നില്ല. നിങ്ങൾ തമ്മിലൊരു ലവേഴ്സ് കണക്ഷൻ എന്ന രീതിയിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് നിങ്ങളുടെയും. പക്ഷേ എന്താ ചെയ്യുക, അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവരവിടെ കമ്മിറ്റഡ് ആണ്. ആ കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് അവർ പുറത്തു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണ്, കൺട്രോളിങ് ആയിരിക്കാം. ഓക്കെ, അവർ ഞാൻ പറഞ്ഞ പോലെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് പേഴ്സണിനെ എപ്പോഴും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആൻഡ് തേർഡ് പാർട്ടി ഉണ്ട് തീർച്ചയായിട്ടും. അത് ഫാമിലി തന്നെയാണ് ഇവിടെ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ എടുക്കാനില്ല അവിടെ. ഓക്കെ,
നമുക്ക് ഇതിൽ നിന്ന് കൂടി നമുക്ക് മെസ്സേജസ് നോക്കാം. സൈക്കിക് ടാരോ ഒന്ന്. ഓക്കെ, സൈക്കിക് ടാരോ ഒന്ന് കൂടി നമുക്ക് ഈ ഡെക്ക് ഒന്ന് കൂടി എടുക്കാം. യൂണിവേഴ്സ്, deception and envy, solitude, disruption, patience, spiritual strength. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ പറയുന്നത് യൂണിവേഴ്സ്. ഓക്കെ, ഇത് നമ്മൾ കർമ്മ സിറ്റുവേഷൻ്റെ കാര്യം പറയാം. യൂണിവേഴ്സ് നേരത്തെ തീരുമാനിച്ചാണെന്ന് പറയാം. ഈ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളും ആക്ച്വലി ഇതിൽ പങ്കാളികൾ തന്നെയാണ്. എപ്പോഴും നമ്മൾ പറയുന്നത് എന്താ അറിയോ, നിങ്ങൾ ഒരുപാട് സ്പിരിച്വലായ ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ പറയുന്നു, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ആക്ച്വലി നമ്മളൊക്കെ പറയും നമ്മുടെ തലവര വരച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയും അല്ലേ. ആ തലവര വരയ്ക്കുമ്പോൾ അവിടെ ആ യൂണിവേഴ്സ്, ദൈവം നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവിടെ നമ്മളത് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് വരുന്നത്. ഓക്കെയാണ്, എനിക്ക് പ്രശ്നമില്ല, ഞാനിത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളും കൂടി അവിടെ ഒപ്പ് വെച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, നമ്മളും കൂടെ ചേർന്നിട്ടാണ് തീരുമാനിക്കുന്നത് എൻ്റെ ലൈഫിൽ ഇന്ന കാര്യങ്ങൾ വരണം, ഇന്ന ആൾക്കാർ വരണം, ഇന്ന കാര്യങ്ങൾ ഞാൻ പഠിക്കാനുണ്ട് എന്നൊക്കെ നമ്മൾ കൂടിയാണ് തീരുമാനിക്കുന്നത് എന്നാണ് പറയാം. ഓക്കെ, അങ്ങനെയാണ് ഈ സ്പിരിച്വലിൻ്റെ കാര്യങ്ങൾ. സോ കർമ്മ എന്ന് പറയുമ്പോൾ അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ, ആ പാസ്റ്റ് ലൈഫിൻ്റെ കാര്യങ്ങളെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തതിനെ തിരുത്താൻ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇനിയും പഠിക്കാൻ, നമ്മളുടെ കർമ്മകൾ തീർന്നു പോകാൻ ഒക്കെ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കും. അത് നമ്മൾ കൂടി തീരുമാനിച്ചിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആരെയും കുറ്റം പറയാനില്ല. ഓക്കെ, യൂണിവേഴ്സും നമ്മളും തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റ് ആണത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആര് നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ ആരെങ്കിലും വേദനിപ്പിച്ചു എന്ന് കംപ്ലൈൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് എവിടെയൊക്കെയോ നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്നതാണ്. കാരണം അങ്ങനത്തെ ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിൽ വന്നാലാണ് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സും നമ്മളും തമ്മിലുള്ള ഒരു കരാറിൻ്റെ കാര്യമാണ് പറയുന്നത്. യെസ്, ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്. തീർച്ചയായിട്ടും ആ തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കുറിച്ച് അറിയുമായിരിക്കാം. കാരണം ഡിസെപ്ഷൻ ആൻഡ് എൻവി എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യും. ചിലവർക്ക് നിങ്ങൾ ഇനിയിപ്പോൾ അവർ മാരീഡ് ആണ് എന്നൊക്കെ അറിയില്ല എന്തോ. ഓക്കെ, അല്ലെങ്കിൽ അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസിയുടെ കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. എവിടേക്കോ ചില ചീറ്റിംഗ് എനർജി ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ സോളിറ്റ്യൂഡ്. യെസ്, നിങ്ങളോട് പറയുന്നത് ആക്ച്വലി നിങ്ങൾ സോളിറ്റ്യൂഡ്, നിങ്ങളൊന്ന് തനിച്ചിരിക്കുക. തനിച്ചിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ വിഷമിച്ചിരിക്കുകയല്ല. ഓക്കെ, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് ഇതിൽ എനിക്കുള്ള ലെസൺ എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഡിസ്ട്രപ്ഷൻ കാണുന്നുണ്ട്. നിങ്ങളെ തന്നെ നിങ്ങൾ വല്ലാതെ ബ്രോക്കൺ ആയിട്ടുണ്ടാവാം. നിങ്ങൾ ഒരുപാട് ചില വിഷമങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവാം ഈ സിറ്റുവേഷനിൽ. ഓക്കെ, അതൊക്കെ നിങ്ങളെ പക്ഷേ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ക്ഷമ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് കൂടുതൽ ലെസൺസ് പഠിച്ചെടുത്ത് നിങ്ങൾ മുന്നോട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ സ്പിരിച്വൽ ഗ്രോത്തിന് വന്നിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടാവാൻ, നിങ്ങളുടെ ഒരു ഗ്രോത്ത് വരാൻ, സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് വരാൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ, ആ പേഴ്സണിന് യെസ് അവർ കാർമിക് സിറ്റുവേഷനിലാണ് പെട്ട് നിൽക്കുന്നത്. പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ കേട്ടോ. നമ്മളിപ്പോൾ അവരോട് ഇത് പോയി പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ അവർ പറയും നിങ്ങൾക്ക് വട്ടാണ്, വല്ല പോയിട്ട് എവിടെയെങ്കിലും കിടക്കാന്ന് പറയും. ഓക്കെ, സോ ഒന്നും ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പോകരുത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. പീസിൽ നിങ്ങൾ ഇരിക്കുക, നിങ്ങൾ പേഷ്യൻസ് വെക്കുക, ക്ഷമ വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. പക്ഷെ അത് എത്ര കാലം എടുക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കാർമിക് സിറ്റുവേഷൻസ് അങ്ങനെയാണ്. കർമ്മ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിരിക്കും അതിൻ്റെ എൻഡിങ്. ഇപ്പം നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇരിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ സമാധാനമായിട്ടിരിക്കണം. ഓക്കെ, അല്ലാതെ ടെൻഷൻ അടിച്ച് എപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എപ്പോൾ ആ കർമ്മ തീരും എന്നൊക്കെ നോക്കിയിട്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ സമാധാനത്തോടെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക. ഇത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വന്ന ഒരു റിലേഷൻഷിപ്പാണിത്. ഓക്കെ, കാർമിക്കാണിത്. അവിടെയും കാർമിക്കാണ്, എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെയും കർമ്മ അതിലുണ്ടാവും. ഓക്കെ, നിങ്ങളപ്പോൾ തൽക്കാലം ചെയ്യേണ്ടത് നിങ്ങളുടെ ഗ്രോത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, മെഡിറ്റേഷനിലിരിക്കുക, നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക, പീസ്ഫുള്ളായിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫ് ഈ സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് വരുമ്പോൾ, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ചില കഴിവുകൾ നിങ്ങൾക്ക് കിട്ടും, ചില ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടും. ചില ലൈക്ക് ആ ഒരു ബ്ലെസ്സിങ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള അതാണ്. ഓക്കെ, ഇപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ അതിനെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ പോയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടോ അത് വിട്ടിട്ട് വരൂ എന്ന് പറയാനോ അതൊന്നും നമുക്ക് സാധിക്കില്ല അല്ലേ. അപ്പോൾ
തൽക്കാലം അതിനെ അങ്ങോട്ട് വിട്ടേക്കാം. നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ സ്പിരിച്വൽ യൂണിവേഴ്സൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക, മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുക, പഠിക്കുക കൂടുതൽ. ഓക്കെ, നോളജ് ഗെയിൻ ചെയ്യാം. നിങ്ങൾ അവനവൻ്റെ ഗ്രോത്തിലേക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ ഗ്രോത്തിന് വന്നിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അവരെ ലൈഫ് അവർ ജീവിക്കട്ടെ, അവരെ വിട്ടേക്കാം. ഓക്കെ, തൽക്കാലം നിങ്ങളിതിൽ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്യുക, അല്ല സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ യെസ് നിൽക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അവിടെ നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനുള്ള വോയിസ് ഇല്ല. നിങ്ങൾ കാഴ്ചക്കാരായിട്ട് നിൽക്കാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ. നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളോ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സ്നേഹത്തോടെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാം. വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറിപ്പോവാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഡിസ്ട്രപ്ഷൻ നിങ്ങളെ തകരാൻ, നിങ്ങൾ അവനവനെ തകരാൻ വിടരുത്. ഓക്കെ, തകരാൻ അനുവദിക്കരുത്. നിങ്ങൾ ഇതിൽ നിന്ന് പഠിച്ച് നിങ്ങൾ പുറത്തു വരാനുള്ളതാണ്. നിങ്ങൾ ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് വരാനുള്ളതാണ്. പക്ഷേ നമ്പേഴ്സ് ഓക്കെ നേരത്തെ നോക്കിയില്ല, പോട്ടെ. സോ ഇതാണ് ഇന്നത്തെ ഈ സെക്കൻഡ് പൈലിൻ്റെ റീഡിങ് നമുക്ക്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.